ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയ വൃത്തങ്ങൾ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ബീഹാർ പൊതു തെരഞ്ഞെടുപ്പാണ്. നവംബർ 14 തീയതിയാണ് ബീഹാർ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഉണ്ടാകുക. പ്രധാനമായും ഭരണപക്ഷ പ്രതിപക്ഷ മുന്നണികൾ തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. ഭരണപക്ഷത്തിന്റെ പ്രചരണത്തിന് നേതൃത്വം നൽകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബീഹാറിൽ 20 വർഷമായി മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുന്ന ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാറുമാണ്. നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നപ്പോൾ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. നിതീഷ് കുമാറിന്റെയും ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചുകൊണ്ട് നരേന്ദ്രമോദി തന്റെ 3ാം ഊഴത്തിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനാൽ തന്നെ ബീഹാറിൽ ഒരു പരാജയം ഉണ്ടായാൽ കേന്ദ്ര സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കുമോ എന്ന സംശയം ബി.ജെ.പി വൃത്തങ്ങൾക്കുണ്ട്. കാരണം കാലുമാറുവാൻ യാതൊരു മടിയുമില്ലാത്ത നേതാവാണ് നിതീഷ് കുമാർ എന്ന് ഇന്ത്യൻ രാഷ്ട്രീയം പലവട്ടം കണ്ടിട്ടുള്ളതാണ്. മറുവശത്ത് പ്രതിപക്ഷ നിരയ്ക്ക് നേതൃത്വം നൽകുന്നത് യുവ നേതാവായ ലല്ലു പ്രസാദ് യാദവിന്റെ മകനായ തേജസ്വി യാദവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി രാഹുൽ ഗാന്ധിയുമാണ്. യഥാർത്ഥത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബീഹാറിലെ രാഷ്ട്രീയ മണ്ണിനെ ഇളക്കി മറിച്ചത് രാഹുൽ ഗാന്ധിയും തേജസ്വിയും കൂടിച്ചേർന്ന് നടത്തിയ വോട്ട് ചോരി യാത്രയാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലുള്ള അനധികൃതമായ ഇടപെടലുകൾ ആരോപിച്ചായിരുന്നു വോട്ട് ചോരി യാത്ര സംഘടിപ്പിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഇത് ബീഹാർ പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ആരംഭമാണ് മഹാസഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണിക്ക് വേണ്ടി ആരംഭിച്ചു വെച്ചത്. ഇതൊക്കെയാണെങ്കിലും പിന്നീട് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ സഖ്യത്തിൽ ആദ്യഘട്ടത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ കോൺഗ്രസിനും ലാലുവിന്റെ പാർട്ടിയായ RJDക്കും സാധിച്ചു എന്ന് മാത്രമല്ല, ലല്ലുവിന്റെ ഇളയ മകനായ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതിപക്ഷ മുന്നണി അല്ലെങ്കിൽ മഹാസഖ്യം നേരിടുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന അഭിപ്രായ സർവേകൾ പ്രകാരം 2020 സമാനമായി ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കപ്പെടുന്നത്. എങ്കിലും നിരവധി സർവേകളിൽ NDA മുന്നണിക്ക് അല്ലെങ്കിൽ ഭരണപക്ഷ മുന്നണിക്ക് നിതീഷ് കുമാറിന് നേരിയൊരു മേൽക്കൈ പ്രവചിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിലെ താരോദയം എന്ന് പറയുന്നത് 35-കാരനായ പ്രതിപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് ആണെന്നുള്ള കൃത്യമായ സൂചനകളും ഈ സർവേ ഫലങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. അതായത് എല്ലാ സർവേ ഫലങ്ങളിലും അല്ലെങ്കിൽ ഭൂരിപക്ഷം സർവേ ഫലങ്ങളിലും NDAക്ക് നേരിയ മേൽക്കൈ പ്രഖ്യാപിക്കുമ്പോഴും ഏറ്റവും പ്രിയങ്കരനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വരുന്നത് തേജസ്വി യാദവിന്റെ പേരാണ്. തന്റെ തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തുള്ള നിതീഷ് കുമാറിൻ്റെതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടിയിലധികം ജനങ്ങളുടെ പിന്തുണയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവിന് ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ ആരാണ് തേജസ്വി യാദവ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും കുടുംബ പശ്ചാത്തലവും വിദ്യാഭ്യാസ യോഗ്യതയും മറ്റ് കഴിവുകളും എന്തെല്ലാമാണെന്നാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ലല്ലു പ്രസാദ് യാദവിന്റെയും റാബ്രി ദേവിയുടെയും 9 മക്കളിൽ ഏറ്റവും ഇളയവനാണ് തേജസ്വി യാദവ്. ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിമാരായ ലല്ലു പ്രസാദ് യാദവ്, റാബ്രി ദേവി ദമ്പതികൾക്ക് 7 പെൺമക്കളും 2 ആൺമക്കളുമാണുള്ളത്. തേജസ്വി യാദവിനെ രാഷ്ട്രീയ പിൻഗാമിയാക്കുവാനുള്ള ലല്ലുവിന്റെയും റാബ്രി ദേവിയുടെയും തീരുമാനത്തോട് കലഹിച്ച് മൂത്ത മകനായ തേജ് പ്രതാപ് യാദവ് കുടുംബം വിടുകയും സ്വന്തമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ തേജ് പ്രതാപിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം ബീഹാർ രാഷ്ട്രീയത്തിൽ തീർത്തും അപ്രസക്തനായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. മറുവശത്ത് എല്ലാ ഘട്ടത്തിലും രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഘട്ടം മുതൽ തേജസ്വി യാദവിന് RJD അണികൾക്കിടയിലും ബീഹാറിലെ ജനങ്ങൾക്കിടയിലും വലിയ സ്വാധീനമുണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുതയും നാം നോക്കിക്കാണാം. തന്റെ 35 വയസ്സിനിടയിൽ ബീഹാറിൽ 2 വട്ടം ഉപമുഖ്യമന്ത്രിയാകുവാനും തേജസ്വി യാദവിന് സാധിച്ചു. 2015 കേവലം 25 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അന്ന് നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും ലല്ലു പ്രസാദിന്റെ പാർട്ടിയായ RJDയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും സഖ്യം അധികാരത്തിലെത്തുകയുമായിരുന്നു. എന്നാൽ 2017 നിതീഷ് ഈ സഖ്യത്തിൽ നിന്ന് വേർപ്പെടുകയും ബി.ജെ.പിയുടെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയും ചെയ്യുകയായിരുന്നു. അതോടുകൂടി തേജസ്വിക്ക് ഉപമുഖ്യമന്ത്രി പദവി നഷ്ടമാകുകയും ചെയ്തു. പിന്നീട് 2022 മുതൽ 2024 വരെയുള്ള 2 വർഷത്തിൽ താഴെയുള്ള ഒരു കാലാവധിയിൽ നിതീഷ് കുമാറിന്റെ കീഴിൽ തന്നെ ഉപമുഖ്യമന്ത്രിയായി തുടരുവാൻ തേജസ്വി യാദവിന് സാധിച്ചു. എന്നാൽ 2024 ജനുവരി മാസത്തിൽ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന്റെ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നപ്പോൾ നാടകീയമായി നിതീഷ് വീണ്ടും ബി.ജെ.പി ക്യാമ്പിലേക്ക് മടങ്ങുകയായിരുന്നു. 2024 ബി.ജെ.പി അല്ലെങ്കിൽ NDA സഖ്യത്തെ നേരിട്ട ഇന്ത്യ സഖ്യത്തിന് രൂപം കൊടുത്ത സ്ഥാപക നേതാവായ നിതീഷ് കുമാറിന്റെ ഈ കാലുമാറ്റം രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ കാലത്തും നിതീഷ് അങ്ങനെയാണ്.
അധികാരത്തിന് വേണ്ടി ഏതു മുന്നണിയിലേക്കും ചാഞ്ചാടുവാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് മാത്രമല്ല, അത്തരത്തിൽ നിരവധി ചാഞ്ചാട്ടങ്ങൾ നടത്തി തന്നെയാണ് 20 വർഷക്കാലം അല്ലെങ്കിൽ 2 പതിറ്റാണ്ട് കാലം തുടർച്ചയായി ബീഹാറിന്റെ മുഖ്യമന്ത്രി പദവി അലങ്കരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് തന്നെക്കാൾ പകുതി മാത്രം പ്രായമുള്ള തേജസ്വി യാദവിൽ നിന്ന് വലിയ വെല്ലുവിളിയാണ് നിതീഷ് കുമാർ നേരിടുന്നത് എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട്. തേജസ്വിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് തൻ്റെ 15-ാം വയസ്സിലാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അമ്മ റാബ്രി ദേവി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ അമ്മയ്ക്കും അച്ഛനുമൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ തേജസ്വി യാദവും പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് RJDയെ കാത്തിരുന്നത് കനത്ത പരാജയമാണ്. പിന്നീട് അങ്ങോട്ടുള്ള 2 പതിറ്റാണ്ട് കാലം നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നതാണ് നിസ്സഹായതയോടുകൂടി ലാലു പ്രസാദിന്റെ കുടുംബം നോക്കിക്കണ്ടിട്ടുള്ളത്. പിന്നീട് തേജസ്വി യാദവ് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് 2015-ലാണ്. 2015-ൽ തൻ്റെ 25-ാം വയസ്സിൽ കന്നി നിയമസഭാ പോരാട്ടത്തിൽ അദ്ദേഹം വിജയിച്ചു വരികയും ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായി നിതീഷ് കുമാറിന് കീഴിൽ സഖ്യ സർക്കാരിൽ അധികാരമേൽക്കുകയും ചെയ്തു. പിന്നീട് 2020-ൽ പ്രതിപക്ഷ മുന്നണിയെ നയിച്ചത് തേജസ്വി യാദവാണ്. ശക്തമായ പോരാട്ട വീര്യം കാഴ്ചവെച്ച തേജസ്വി യാദവ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് BJPക്കും നിതീഷ് കുമാറിനും പിന്നിൽ അടിയറവ് പറയേണ്ടി വന്നത്. എന്നിരുന്നാലും തേജസ്വിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വം ജനങ്ങൾ സ്വീകരിച്ചു എന്നതിന് തെളിവായിരുന്നു 74 സീറ്റുകൾ നേടി തേജസ്വി നേതൃത്വം കൊടുത്ത RJD എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, അല്ലെങ്കിൽ ലല്ലു പ്രസാദിന്റെ പാർട്ടി BJP നിയമസഭയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത്. RJDയുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളായ യാദവ ന്യൂനപക്ഷ വോട്ടുകൾക്കപ്പുറം യുവാക്കളെ വലിയ രീതിയിൽ ആകർഷിക്കുവാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ് തേജസ്വി യാദവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 2020 മുതൽ 25 വർഷം വരെയുള്ള രാഷ്ട്രീയ പരിണാമത്തിൽ തേജസ്വി യാദവ് തൻ്റെ 35-ാം വയസ്സിനിടയിൽ വളരെ പക്വമതിയായ ഒരു രാഷ്ട്രീയ നേതാവായി പരിണാമം ചെയ്യപ്പെടുന്നതും നാം കാണുകയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്നുകൊണ്ട് ബീഹാറിനെ ഇളക്കി മറിച്ച വോട്ട് ചോരി യാത്രയിൽ തേജസ്വിക്ക് വലിയ ആവേശപൂർണമായ സ്വീകരണമാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ചത്. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം 4 വോട്ടർമാരിൽ ഒരാൾ യുവാവാണെന്നിരിക്കെ യുവജനങ്ങളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ബീഹാറിലെ നേതാവായി മാറുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തേജസ്വി യാദവ് ഒരു ക്രിക്കറ്റർ ആകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 2009-10 കാലഘട്ടത്തിൽ ജാർഖണ്ഡ് സംസ്ഥാന ടീമിന്റെ അംഗമായി അദ്ദേഹം നിരവധി ആഭ്യന്തര ടൂർണമെന്റുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് തുടർച്ചയായ 3 സീസണുകളിൽ IPL ടീമായ ഡൽഹി ഡെയർ ഡേവിൾസിലേക്ക് ഒരു താരമായി തേജസ്വി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വലങ്കയ്യും ബാറ്റ്സ്മാനും വലങ്കയ്യും ബൗളറുമായിരുന്ന തേജസ്വി യാദവ് മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയിരുന്നത്. അദ്ദേഹം ഒരു ഓൾറൗണ്ടറായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും IPL ടീമിന്റെ ഭാഗമായെങ്കിലും 4 സീസണിൽ ടീമിന്റെ ഭാഗമായിട്ടും ഒരു കളിക്ക് പോലും കളിക്കളത്തിൽ ഇറങ്ങുവാൻ തേജസ്വിക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ കാലത്തും റിസർവ് ബെഞ്ചിൽ ഇരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി. തേജസ്വിയുടെ ക്രിക്കറ്റ് പ്രേമം ആരംഭിക്കുന്നത് ഡൽഹി പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥിയായിരിക്കെ 6-ാം ക്ലാസ്സിൽ വെച്ചാണ്. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഡൽഹി പബ്ലിക് സ്കൂളിന്റെ ടീമിൽ കളിച്ച തേജസ്വി യാദവ് അണ്ടർ 15 ഡൽഹി ടീമിലും അംഗമായിട്ടുണ്ട്. എന്നിരുന്നാലും ക്രിക്കറ്റിംഗ് കരിയർ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 9-ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച ഒരു വ്യക്തിത്വം കൂടിയാണ് തേജസ്വി എന്ന് പറയുന്നത്. അതിനാൽ തന്നെ രാഷ്ട്രീയ വിമർശകർ തേജസ്വിയുടെ 10-ാം ക്ലാസ് പോലും പാസ്സാകാത്ത വിദ്യാഭ്യാസ പശ്ചാത്തലത്തെ വലിയ രീതിയിൽ വിമർശിക്കുകയും ചെയ്യാറുണ്ട്. യുവജന വോട്ടർമാർക്കിടയിലും യാദവ വോട്ടർമാർക്കിടയിലും ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന നേതാവാണ് തേജസ്വി യാദവ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അഴിമതിയുടെ കറ പുരണ്ടതുകൂടിയാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം IRCTC ഹോട്ടൽ സ്കാമിൽ പിതാവ് ലാലു പ്രസാദിനും അമ്മ റാബ്രി ദേവിക്കുമൊപ്പം ഒരു കൂട്ടുപ്രതിയായി CBI തേജസ്വി യാദവിനെയും ചേർത്തിട്ടുണ്ട്. ലല്ലു പ്രസാദ് യാദവ് 1-ാം UPA സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്നു. ആ കാലഘട്ടത്തിൽ റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള റാഞ്ചിയിലെയും പുരിയിലെയും IRCTC ഹോട്ടലുകളുടെ നടത്തിപ്പ് സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിന് പ്രതിഫലമായി തങ്ങളുടെ ബിനാമി കമ്പനിയായ സുജാത ഹോട്ടൽസിന്റെ പേരിലേക്ക് പറ്റ്നയിലെ പ്രൈം റിയൽ എസ്റ്റേറ്റ് ഭൂമി നിസ്സാര വിലയ്ക്ക് ലല്ലു പ്രസാദിന്റെ കുടുംബം എഴുതി വാങ്ങി എന്നുള്ളതാണ് IRCTC ഹോട്ടൽ സ്കാം. ഈ കേസിൽ തേജസ്വി 3-ാം പ്രതിയാണ്. ഈ കേസ് ഇപ്പോഴും വിചാരണാ ഘട്ടത്തിലാണ്. തേജസ്വി പ്രതിയായ 2ാമത്തെ ഒരു അഴിമതി ആരോപണം എന്ന് പറയുന്നത് ജോലിക്ക് വേണ്ടി ഭൂമി പകരമായി കൈക്കൂലി ഇനത്തിൽ വാങ്ങി എന്നുള്ള കേസാണ്. ഇതും ലല്ലു പ്രസാദ് യാദവ് 1-ാം UPA സർക്കാരിലെ റെയിൽവേ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അന്ന് റെയിൽവേയിൽ ജോലി ലഭിക്കുന്നതിന് പ്രത്യുപകാരമായി അത്തരം ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ലല്ലുവിന്റെ കുടുംബം സ്ഥലം എഴുതി വാങ്ങി എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തതും ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുള്ളതും. ഈ കേസിന്റെ വിചാരണയും ഇപ്പോൾ ഡൽഹി കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. RJD നേതാവ് ശക്തി മാലിക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടും തേജസ്വി യാദവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ശക്തി യാദവിനെ ഒരുപറ്റം അക്രമകാരികൾ അദ്ദേഹത്തിന്റെ വീട്ടിനുള്ളിലേക്ക് കടന്നു കയറി വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു.
എന്നാൽ ഈ കൊലപാതകത്തിന് ശേഷം തേജസ്വി യാദവിൻ്റെ കരങ്ങൾ ഈ കൊലയ്ക്ക് പിന്നിലുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിക്കുകയും പിന്നീട് റാണിഗഞ്ച് സീറ്റിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കണമെങ്കിൽ തന്നോട് തേജസ്വി യാദവ് 50 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് വെളിപ്പെടുത്തുന്ന ശക്തി യാദവിൻ്റെ വീഡിയോ പുറത്തു വരികയും ചെയ്തു. ഏതൊക്കെയാണെങ്കിലും ശക്തമായ തെളിവുകളുടെ അഭാവത്തിൽ കുടുംബത്തിൻ്റെ പരാതി ഉണ്ടായിരുന്നിട്ടും തേജസ്വിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതും വസ്തുതയാണ്. ഇത്തരത്തിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ കുതിച്ചുയരുന്ന താരമായ തേജസ്വി യാദവിന് 2025 തൻ്റെ 35-ാം വയസ്സിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കുവാൻ നവംബർ 14 വരെ നാം കാത്തിരിക്കേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും ബീഹാറിലെ ഏറ്റവും ജനപ്രിയനായ ഒരു നേതാവായി മാറുവാൻ ലല്ലു പ്രസാദിൻ്റെ മകന് സാധിച്ചിട്ടുണ്ട്. ഇത് വോട്ടായി മാറുമോ, വോട്ട് അവരെ അധികാരത്തിലേക്ക് എത്തിക്കുമോ, അധികാരത്തിലെത്തിയാൽ തേജസ്വിക്ക് മുഖ്യമന്ത്രി എന്ന നിലയിൽ തിളങ്ങാൻ സാധിക്കുമോ എന്നുള്ള ചിന്തകളെല്ലാം പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.